ഒരു വൈദികനും ഒരു മാലാഖയും എൻ്റെ മുൻപിൽ വന്നു നിന്നാൽ ആദ്യം ഞാൻ വൈദികനെ നമസ്കരിക്കുമെന്ന് പറഞ്ഞത് കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയാണ്. കാരണം എനിക്ക് കർത്താവിനെ കരങ്ങളിലെടുത്ത് നാവിലേക്ക് വെച്ച് തരുന്നത് ആ വൈദികൻ്റെ പരിശുദ്ധ കരങ്ങളാണ്. ശരിക്കും ഓരോ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസം തന്നെ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വൈദികരുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസം, വിശുദ്ധരായിട്ടുള്ള പ്രേക്ഷിതരുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസം, ദൈവത്തെ കൊടുക്കുന്ന മനുഷ്യരുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസം. 24 ന്യൂസില് ഹാഷ്മി എന്ന് പറയുന്ന ആ ഒരു അവതാരകൻ തൻ്റെ അനുഭവം പറയുന്നുണ്ട്. നോർത്ത് ഇന്ത്യയില് ആരും കടന്നു ചെല്ലാത്ത, വോട്ട് ചോദിക്കാൻ വേണ്ടി പോലും ഒരു മനുഷ്യനും കാലുകുത്താത്ത, ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, ദരിദ്രമെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തിൽ ജീവിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് നഗരത്തിൽ നിന്നും 20-25 കിലോമീറ്ററുകൾ നടന്നെത്തേണ്ടിയിരുന്ന ഒരു ചേരി പ്രദേശത്ത് അദ്ദേഹം ചെന്ന് കാണുമ്പോൾ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ, വിശന്ന് വയറൊട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങള്, കണ്ണീര് പോലും വരാത്ത വിധത്തില് അത്രയ്ക്ക് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന, എല്ലാം വറ്റിപ്പോയ, ഊഷരമായി പോയിട്ടുള്ളൊരു ഭൂമി. അവിടെ ഒരു തിരുവസ്ത്രം കാണുന്നുണ്ട്, മാലാഖയുടേത് കണക്കെന്ന് അദ്ദേഹം പറയും. നോക്കുമ്പോൾ കോടീശ്വരനായൊരു മനുഷ്യന്റെ ഏകപുത്രി കന്യാസ്ത്രീയുടെ വസ്ത്രമണിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. സിസ്റ്റർ എന്തിനാണ് സേവനമാണെങ്കിൽ ഇത്രയും ഉൾപ്രദേശത്തേക്ക് വന്ന് സേവനം അനുഷ്ഠിക്കുന്നു? നഗരത്തിലായപ്പോൾ ഉള്ളിൽ വന്ന ദേഷ്യം ഒരു പുഞ്ചിരി കൊണ്ട് മറച്ചുകൊണ്ട് സിസ്റ്റർ പറയുന്നുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് അന്നത്തിന് വകയില്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് ഒരു റിപ്പോർട്ടറായ അങ്ങ് തന്നെ ഇത് ചോദിച്ചു കളഞ്ഞല്ലോ. മനുഷ്യരുടെ വിശപ്പുകളിലേക്ക് അന്നമായിട്ടെത്തേണ്ട നിയോഗം നമുക്കുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വൈദികരുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്യപുണ്യാളനെ കുറിച്ച് അറിയാം നമുക്ക്. നീ എനിക്ക് ആർട്സിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നരകത്തിന്റെ പിടിയിലായിരുന്ന ഒരു ഗ്രാമത്തെ മുഴുവൻ, ഒരു നാടിനെ മുഴുവൻ സ്വർഗത്തിന്റെ സ്വന്തമാക്കി തീർത്ത, ദൈവത്തിന് സ്വന്തമാക്കി തീർത്ത മഹാവിശുദ്ധനായിട്ടുള്ളൊരു വൈദികൻ.